വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്നാണ്. അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും അതിൻ്റെ സ്കോപ്പ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന്. നമ്മളിപ്പോൾ ആ ഒരു ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെയൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ന്യൂസിലൂടെയും അല്ലാതെ നമ്മൾ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ ഈ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ്, അതെങ്ങനെയാണ് ഉണ്ടായി വന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഈസ് ബിക്കമിങ് എ സിഗ്നിഫിക്കൻറ്റ് ഫീൽഡ് ഓഫ് സ്റ്റഡി. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻറ്റ് ഫീൽഡ് ഓഫ് സ്റ്റഡി ആയിട്ട് എന്ത് ചെയ്യാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഇന്നത്തെ സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് അഡ്രസ്സസ് സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ഓഫ് ദ വേൾഡ് സച്ച് ആസ് വാർ ആൻഡ് പീസ്. നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ വാറും പീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ആ പ്രോബ്ലംസിനെയാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത്. ഇതെന്താണ്? ദി ഓർഗനൈസേഷൻ ഓഫ് ഗ്ലോബൽ എക്കോണമി, ദ കോസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് ഗ്ലോബൽ ഇൻഎക്വാളിറ്റി ആസ് വെൽ ആസ് പവർ, വയലൻസ്, സോവർണിറ്റി, സ്റ്റേറ്റ്, എംപയർ, ഇൻ്റർവെൻഷൻ, ഇൻഎക്വാളിറ്റി, ജസ്റ്റിസ് ആൻഡ് ഡെമോക്രസി. അതായത് ഈ ഒരു വാർ, പീസ്, അതുപോലെ തന്നെ ഗ്ലോബൽ എക്കോണമീനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കോസസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് ഗ്ലോബൽ ഇൻഎക്വാളിറ്റീനെ കുറിച്ചിട്ട്, പവറിനെ കുറിച്ചിട്ട്, വയലൻസിനെ കുറിച്ചിട്ട്, പരമാധികാരത്തെ കുറിച്ചിട്ട്, സ്റ്റേറ്റുകളെ കുറിച്ചിട്ട്, എംപയറിനെ കുറിച്ചിട്ട്, അതിലെ പലതരം ഇൻ്റർവെൻഷനുകളെ കുറിച്ചിട്ട്, ഇനക്വാളിറ്റീസിനെ കുറിച്ച്, ജസ്റ്റിസിനെ കുറിച്ച്, ഡെമോക്രസീനെ കുറിച്ച്, അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇതിൽ അഡ്രസ്സ് ചെയ്തിട്ടാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് നിൽക്കുന്നത്. ദ ഫീൽഡ് ഈസ് ഓൾസോ ഹൈലി ഇൻ്റർഡിസിപ്ലിനറി, ഡ്രോവിങ് എ തിയററ്റിക്കൽ ആൻഡ് മെത്തഡോളജിക്കൽ ട്രഡീഷൻസ് ഫ്രം ഹിസ്റ്ററി, ലോ, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി, സോഷ്യോളജി, ജെൻഡർ സ്റ്റഡീസ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഈ സബ്ജക്റ്റുകളുടെ ഒക്കെ തന്നെ തിയററ്റിക്കലായാലും മെത്തഡോളജിക്കലായിട്ടുള്ള ഒരുപാട് ട്രഡീഷൻസ് അല്ലെങ്കിൽ അവരുടെയൊക്കെ തിയറീസ്, കാര്യങ്ങൾ എല്ലാം തന്നെ എന്ത് ചെയ്യാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതൊരു ഹൈലി ഇൻ്റർഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. സോ പൊളിറ്റിക്കൽ സയൻസ് ഹാസ് മെയ്ഡ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദി ഡിസിപ്ലിൻ ഓഫ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. പൊളിറ്റിക്കൽ സയൻസ് ഈ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലെ ആ ഒരു ഡിസിപ്ലിനിൽ വളരെയധികം ഇൻഫ്ലുവൻസ് കൊടുക്കുന്നുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. അതായത് ഇത് ഒരേ ബ്രാഞ്ചാണ് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ആസ് എ ഡിസ്റ്റിങ്ക്റ്റീവ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ക്യാൻ ബി ട്രേസ്ഡ് ഇൻ ദി ഔട്ട്കം ഓഫ് വേൾഡ് വാർ 1. അതായത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി, ഒരു പ്രത്യേക ഒരു ശാഖയായിട്ട് ഒരു സ്റ്റഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ആഫ്റ്റർ വേൾഡ് വാർ 1 ശേഷമാണ്. അതായത് 1914 to 18 കാലഘട്ടത്തിലാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ ആ ഒരു ആശയം ഉരുത്തിരിഞ്ഞ് വന്നത്. ദ വാർ ഹാസ് ബീൻ ക്രിയേറ്റഡ് എ ഗ്ലോബൽ കൺസേൺ ടു റീബിൽഡ് പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ വേൾഡ് ഫോർ ദ ഫ്യൂച്ചർ ഇയേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആ വേൾഡ് വാർ 1 ശേഷം ഈ ഒരു വേൾഡിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ഫുള്ളായിട്ട് ഈ ഒരു വേൾഡിൽ പീസും സെക്യൂരിറ്റിയൊക്കെ തന്നെ റീബിൽഡ് ചെയ്യണതിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കൺസേൺസ് ഗ്ലോബലി വരാൻ വേണ്ടി തുടങ്ങി. സോ അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് അറ്റ് ദ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് വെയിൽസ് ഇൻ 1990 വന്ന കാര്യം പറയുന്നുണ്ട്. അതാണ് ഈ ഒരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു രീതിയിൽ ഒരു ലാൻഡ്മാർക്ക് ഇൻ ദിസ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്റ്റഡി ആസ് ആൻ അക്കാഡമിക് ഡിസിപ്ലിൻ. നമ്മളിപ്പോൾ പഠിക്കുന്നത് പോലെ ഇപ്പോൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഒക്കെ എടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ആ ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ എന്നുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇത് വന്നതോടു കൂടിയിട്ടാണ്. അതുപോലെ തന്നെ ദി ഫോളോവിങ് ഇയേഴ്സിൽ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ 1923 അതുപോലെ തന്നെ ദ യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ ആൻഡ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ഇൻ 1930 ഹാസ് സ്റ്റാർട്ടഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ദ സ്റ്റഡി ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നായിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ ഇതാണ് ഒരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള ഒരു രൂപരേഖ എന്ന് പറയാം. അതായത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മളിതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ കുറേ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. The central focus of international politics is the study of the interactions between nations, and these relations are generally determined by the political, diplomatic, military and strategic terms. അതായത് ഈ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് തന്നെ സ്റ്റഡി ഓഫ് ദ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ നേഷൻസ്. പല നേഷൻസ് തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ്, അവരുടെ ആ റിലേഷൻഷിപ്പിനെ സ്റ്റഡി ചെയ്യുക എന്നതാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഈ റിലേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ആർ ജനറലി ഡിറ്റർമൈൻഡ് ബൈ ദ പൊളിറ്റിക്കൽ, ഡിപ്ലോമാറ്റിക്, മിലിറ്ററി ആൻഡ് സ്ട്രാറ്റജിക് ടേംസിലുള്ള രീതികളിലാണ് ഈ റിലേഷൻസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ ഒരു ഡെഫിനിഷനിലേക്ക് പോവാം.
According to H.J. Morgan, though, international politics is a struggle for and use of power among nations. അതായത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രഗിളാണ് എന്തിനു വേണ്ടിയിട്ട് ഫോർ ആൻഡ് യൂസ് ഓഫ് പവർ. പവർ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അധികാരം. സോ ഈ ഒരു പവർ നേഷൻസിലൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ അക്കോർഡിംഗ് ടു H.J. മോർഗൻ എന്തോ പറയുന്നത്. അപ്പോൾ സോ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഈസ് എ സ്ട്രഗിൾ ഫോർ ആൻഡ് യൂസ് ഓഫ് പവർ എമംഗ് നേഷൻസ്. അടുത്തൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഈസ് ദ ഇൻറ്ററാക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് പോളിസീസ് വിത്തിൻ ദ ചേഞ്ചിങ് പാറ്റേൺ ഓഫ് പവർ റിലേഷൻഷിപ്പ്. അപ്പോൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡെഫിനേഷൻ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്ററാക്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് പോളിസീസ് ആണ്. സ്റ്റേറ്റിൻ്റെ പോളിസീസ് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ആണ് വിത്തിൻ ദ ചേഞ്ചിങ് പാറ്റേൺ ഓഫ് പവർ റിലേഷൻഷിപ്പ്. അപ്പോൾ പല നേഷൻസിൻ്റെയും പവേഴ്സ് അവരുടെ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ചേഞ്ചിങ് പാറ്റേൺ അനുസരിച്ചിട്ടുള്ള സ്റ്റേറ്റ് പോളിസീസ് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ആണ് ഈ സെക്കൻഡ് ഡെഫിനേഷനിൽ പറയുന്നത്. സോ നമ്മളിപ്പോൾ 2 ഡെഫിനേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കുറച്ചുകൂടി ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. സോ ദ എബോട്ട് ഡെഫിനേഷൻസ് എക്സ്പ്രസ് ഡിഫറെൻറ്റ് റേഞ്ചസ് ഓഫ് ഐഡിയാസ് എബൌട്ട് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. സോ നമുക്ക് ഈ ഡെഫിനേഷൻസൊക്കെ നമുക്ക് പലതരത്തിലുള്ള ഐഡിയാസാണ് കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ ഓരോ ഡെഫിനേഷനും എന്താണ് പല രീതിയിലുള്ള ഐഡിയാസാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞു ഇത് തമ്മിലുള്ള ഒരു റിലേഷനാണെന്ന്, അതായത് നേഷൻസ് തമ്മിലുള്ളൊരു ഇൻറ്ററാക്ഷൻ ആണെന്ന് പറഞ്ഞു. രണ്ടാമത്തേൽ നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റിൻ്റെ പോളിസീസ് എന്നാണ്. അങ്ങനെ പലതരത്തിലുള്ള എന്താണ് നമുക്ക് ഐഡിയാസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദർ ഈസ് നോ സിംഗിൾ ഡെഫിനേഷൻ ഓൺ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. ത്രൂ ദീസ് ഡെഫിനേഷൻസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഈസ് പ്രൈമർലി എ പ്രോസസ് ഓഫ് ഇൻ്ററാക്ഷൻസ് എമംഗ് നേഷൻസ്. സോ നമുക്ക് പ്രൈമർലി ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് പ്രോസസ് ഓഫ് ഇൻ്ററാക്ഷൻസ് എമംഗ് നേഷൻസ്. പല നേഷൻസ് തമ്മിലുള്ള ഇൻ്ററാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ദ സ്റ്റേറ്റ് കെയിമിങ് ടു ദ സെൻട്രൽ പൊസിഷൻ ഇൻ ടു ദ സ്റ്റഡി ഓഫ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ സ്റ്റഡിയിൽ സ്റ്റേറ്റാണ് എന്തായി വരുന്നത് സെൻറ്ററായിട്ട് വരുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് കോൺഫ്ലിക്ട്സ് ആൻഡ് കോപ്പറേഷൻ എമംഗ് നേഷൻസ് എസെൻഷ്യലി അറ്റ് പൊളിറ്റിക്കൽ ലെവൽ. അതായത് പൊളിറ്റിക്കൽ ലെവലിലുള്ള നേഷൻസിൻ്റെ കോൺഫ്ലിക്ട്സും അതുപോലെ തന്നെ അവരുടെ കോപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ ഡീൽ ചെയ്യുക എന്നതാണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. സോ നമ്മൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ മീനിങ് നോക്കി, അതിൻ്റെ ഡെഫിനിഷനും നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ സ്കോപ്പ്. In order to understand the scope of international politics, we need to analyze the role of state in the everyday life of a human being. അതായത് ഇപ്പോൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ സ്കോപ്പിനെ കുറിച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി ഓഫ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ഒരു കൺസെപ്റ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ റോൾ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദി എവറിഡേ ലൈഫ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്. It is undoubtedly fact that the state is responsible institution to uphold some basic social values like security, freedom, law, justice and welfare of the citizens. നമുക്കറിയാം ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എത്രയൊക്കെ രീതിയിൽ റെസ്പോൺസിബിൾ ആണ് ജനങ്ങളോട്, എന്തൊക്കെ വാല്യൂസ് ആണ് അവർ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സെക്യൂരിറ്റി, അതുപോലെ ഫ്രീഡം, ലോ, ജസ്റ്റിസ്, വെൽഫെയർ. സോ ഇതെല്ലാം സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. For example, people generally think that the state has the responsibility to ensure the security of the citizens from internal and external threat. അതായത് നമുക്കറിയാം ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എവറിഡേ ലൈഫ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്ങിൽ എത്രത്തോളം റോൾ ഉണ്ടെന്ന് ചോദിച്ചതിൽ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ടു എൻഷുർ സെക്യൂരിറ്റി ഓഫ് സിറ്റിസൺസ് ഫ്രം ഇൻറ്റേർണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ത്രെട്ടുകളിൽ നിന്നും സിറ്റിസൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും എന്താണ് സ്റ്റേറ്റിൻ്റെ റോളിൽ പെടുന്നതാണ്. അതുപോലെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ്. ദ സെക്യൂരിറ്റി ഈസ് വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ കൺസേൺ ഓഫ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. നമുക്കറിയാം ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ കൺസേൺ എന്ന് പറയുന്നത് എന്താണ്? സെക്യൂരിറ്റിയാണ്. സോ നമുക്ക് പറയാം ദ സ്റ്റേറ്റ് നീഡ് ടു എൻഷുർ ദ ഫ്രീഡം ഇൻ ടേംസ് ഓഫ് പേഴ്സണൽ ആൻഡ് നാഷണൽ ഫ്രീഡം ഓഫ് സിറ്റിസൺസ്. ഇൻ ദി സെയിം വേ സ്റ്റേറ്റ് നീഡ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻ്റർനാഷണൽ ഓർഡർ ആസ് വെൽ ആസ് ജസ്റ്റിസ് ഫോർ എവറി സിറ്റിസൺസ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ ശേഷം നമുക്ക് ഇനി കുറച്ച് പോയിന്റ്സ് കൂടി പറയാം. അതായത് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ സ്കോപ്പ് എന്താണ്, സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി ഓഫ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പഠിക്കുന്നവർ ഇതിലൊരു 5-6 പോയിന്റ്സ് എങ്കിലും പഠിച്ചു വയ്ക്കാം. സോ ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് സിസ്റ്റം ആൻഡ് റിലേഷൻസ് എമംഗ് സ്റ്റേറ്റ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള സ്റ്റഡി, അതുപോലെ തന്നെ റിലേഷൻസ് പല സ്റ്റേറ്റുകൾ തമ്മിലുള്ള റിലേഷൻസിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ്. അതുപോലെ തന്നെ സ്റ്റഡി ഓഫ് പ്രോബ്ലം ഓഫ്
ഫണ്ടമെൻ്റലിസം ആൻഡ് ടെററിസം, അതായത് ഫണ്ടമെൻ്റലിസത്തിനെ കുറിച്ചിട്ടും ടെററിസത്തിനെയും കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി. അതുപോലെ തന്നെ നാഷണൽ ഇൻട്രസ്റ്റിനെ കുറിച്ച്, നാഷണൽ പവറിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ്. ഫോറിൻ പോളിസിനെ കുറിച്ചിട്ടും ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചിട്ടൊരു സ്റ്റഡിയാണ്. ഇൻ്റർനാഷണൽ ലോനെ കുറിച്ചിട്ടും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി നടത്തണം. അതുപോലെ തന്നെ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ്, അതുപോലെ റോൾ ഓഫ് എക്കണോമിക് ഫാക്ടേഴ്സ്, ഐഡിയോളജീസ്, നാഷണലിസം, കൊളോണിയലിസം, ഇമ്പീരിയലിസം, ഇതിനെക്കുറിച്ചുള്ള ഒക്കെ സ്റ്റഡികൾ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റഡി ഓഫ് ഇഷ്യൂസ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വെക്കുക. ഒരു 5-6 പോയിന്റ്സ് എങ്കിലും വളരെ കൃത്യമായിട്ട് പഠിക്കുക. ഇതാണ് സം ഓഫ് ദ മേജർ സ്കോപ്പ് ഓഫ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് അതിൻ്റെ മീനിങ് കാര്യങ്ങളും ഡെഫിനിഷൻ കാര്യങ്ങളും സ്കോപ്പും പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ, അതുപോലെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസെപ്റ്റുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്.